ലോക സാമ്പത്തിക ഭൂപടത്തിൽ ചൈന ഒരു വൻശക്തിയായി മാറുമെന്നാണ് അഭിപ്രായപ്പെടുന്നത്. അതെന്ന് എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. യഥാർത്ഥത്തിൽ കോവിഡ് കാലത്ത് തന്നെ ചൈന ഒരു വൻശക്തിയാകുമെന്നുള്ള അഭിപ്രായം പലരും രേഖപ്പെടുത്തുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ചൈനയ്ക്ക് അനുകൂലമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ അന്താരാഷ്ട്ര ഇടപാടുകൾക്കായിട്ട് ചൈന ഒരു ഡിജിറ്റൽ കറൻസി ഇറക്കി. അതിൻ്റെ പേരാണ് ഡിജിറ്റൽ RMB കറൻസി. ഇതിൽ കൂടുതൽ രാജ്യങ്ങൾ പങ്കാളികളാകുന്നു. ഈ സാഹചര്യത്തിൽ എന്താണ് ഡിജിറ്റൽ RMB കറൻസി എന്ന് നമുക്ക് നോക്കാം. യഥാർത്ഥത്തിൽ ചൈനയുടെ കറൻസി സമ്പ്രദായമാണ് റെൻമിൻബി. റെൻമിൻബി എന്ന് പറഞ്ഞാൽ RMB. ഈ റെൻമിൻബിയുടെ അടിസ്ഥാന യൂണിറ്റാണ് യുവാൻ. അപ്പോൾ ഇടപാടുകളെല്ലാം നടക്കുന്ന യുവാനിലാണ്. അപ്പോൾ അതിർത്തി കടന്നിട്ടുള്ള ഈ ഇടപാടുകൾക്ക് ചൈനയുടെ കേന്ദ്ര ബാങ്കായ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന ഈ ഡിജിറ്റൽ കറൻസി സമ്പ്രദായം പ്രഖ്യാപിച്ചു. അപ്പോൾ അതോടുകൂടി ഈ ഡിജിറ്റൽ കറൻസിയെ ഡിജിറ്റൽ RMB കറൻസി എന്നും മറ്റു ചില സാഹചര്യത്തിൽ ഡിജിറ്റൽ യുവാൻ കറൻസി എന്നും വിളിക്കും. അതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഉയരുന്നൊരു ചോദ്യം, എന്താണ് നിലവിലെ സമ്പ്രദായം? ഈ ഡിജിറ്റൽ RMB കറൻസി വന്നപ്പോഴുണ്ടായ നിലവിലെ സമ്പ്രദായം എന്തായിരുന്നു? ഈ അന്താരാഷ്ട്ര ഇടപാടുകൾക്ക് മിക്ക രാജ്യങ്ങളും ഡോളറിനെ അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോയത്. ഇപ്പോഴും അതിനെ സ്വിഫ്റ്റ് സമ്പ്രദായം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടപാടുകൾ നടത്തുന്നത്. ഈ സ്വിഫ്റ്റ് സമ്പ്രദായത്തിന് ഇപ്പോഴും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരു വലിയ ന്യൂനതയായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് ഇതിൻ്റെ സെറ്റിൽമെൻറ്റുകൾക്ക് 3 മുതൽ 5 ദിവസം വരെ എടുക്കും എന്നുള്ളതാണ്. മാത്രമല്ല, ധാരാളം ഇടനിലക്കാരുണ്ട്. ബാങ്കുകളൊക്കെ ഈ ഇടനിലക്കാരാണ്. ഇടനിലക്കാരെ കൂടാതെ തന്നെ ഇതിൻ്റെ ഇടപാട് ചെലവും വളരെ ഉയർന്നതാണ്. അപ്പോൾ കൂടിയ ട്രാൻസാക്ഷൻ കോസ്റ്റ് വരുന്നത് സ്വാഭാവികമായിട്ടും കയറ്റുമതിക്കാർക്ക് ഇറക്കുമതിക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. അപ്പോൾ ഈ നിലവിലെ സമ്പ്രദായത്തിനെ അപേക്ഷിച്ച് ഡിജിറ്റൽ RMB കറൻസിക്കുള്ള ഒരു മേന്മ എന്താണെന്ന് പറഞ്ഞാൽ ഇത് ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ രീതിയാണ്. എന്താണ് ഈ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്? അതായത് ഒരു ബിസിനസ് നെറ്റ്വർക്കിലൂടെ ഇടപാടുകളും ആസ്തികളും രേഖപ്പെടുത്തുന്ന സ്ഥിരമായതും അന്യോന്യം പങ്കുവയ്ക്കുന്നതുമായ ഒരു ലെഡ്ജർ സംവിധാനമാണ്. അതുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും. ഒരു കണക്ക് കാണിക്കുന്നത് ഒരു സെറ്റിൽമെൻറ്റിന് ഏതാണ്ട് 5 മുതൽ 8 സെക്കൻഡ് വരെ എടുക്കുകയുള്ളൂ, ദിവസങ്ങൾ കാത്തിരിക്കേണ്ട. മാത്രമല്ല, ഈ ഡിജിറ്റൽ കറൻസി സമ്പ്രദായത്തിൽ സ്വിഫ്റ്റ് സമ്പ്രദായത്തെ അപേക്ഷിച്ച് 98% ഫീസ് കുറയും. അപ്പോൾ ഈ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളിൽ പ്രധാനപ്പെട്ടത്, ഇപ്പോൾ ഒരു കണക്ക് പറയുന്നത് 38% വ്യാപാരം ഇതിൻ്റെ പുറത്ത് വരും എന്നുള്ളതാണ്, സ്വിഫ്റ്റ് സമ്പ്രദായത്തിൻ്റെ പുറത്ത്. എന്ന് പറഞ്ഞാൽ ചൈനയുടെ ഡിജിറ്റൽ കറൻസി ആശ്രയിച്ച് നടക്കും. ഇപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഇത് ഉപയോഗിക്കുന്നു. ചൈന ലാവോസ് റെയിൽവേ, ജക്കാർത്ത ബെന്തൂങ് ഹൈസ്പീഡ് റെയിൽവേ, ഇവയിലൊക്കെ ഈ ഡിജിറ്റൽ RMB കറൻസി വിനിയോഗിച്ചു. ഇത് സ്വാഭാവികമായിട്ടും ഡോളറിന് വെല്ലുവിളിയാവും. ഇപ്പോഴത്തെ കണക്ക് കാണിക്കുന്നത് ആസിയാൻ രാജ്യങ്ങൾ 5.8 ലക്ഷം കോടി യുവാൻ്റെ അന്താരാഷ്ട്ര വ്യാപാരം 2024 നടത്തിയെന്നാണ്. മൊത്തം രാജ്യങ്ങൾ പരിഗണിക്കുമ്പോൾ 1.2 ലക്ഷം കോടി ഡോളറിൻ്റെ അതിർത്തി കടന്നിട്ടുള്ള ഇടപാടുകൾ സാധ്യമാക്കിയെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നേട്ടത്തിൽ നിൽക്കുമ്പോഴാണ് പകരച്ചുങ്കം വരുന്നത്, റെസിപ്രോക്കൽ താരിഫ്. ഇത് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ വ്യാപാര യുദ്ധം വന്നതോടുകൂടി അമേരിക്കയ്ക്ക് സഖ്യരാഷ്ട്രങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന ഒരു വിശ്വസനീയ രാഷ്ട്രീയമെന്ന പദവി നഷ്ടപ്പെടുന്നതുപോലെ പല സഖ്യരാജ്യങ്ങളും ഇവരെ വിശ്വസിക്കാമോ എന്ന സംശയം പുലർത്തുന്നു. ചൈന ഇത് മുതലെടുത്ത്
ഇവരുമായിട്ടൊക്കെ ചർച്ച നടത്തി അവരുടെ വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നു, വ്യാപാര ശൃംഖല വലുതാക്കുന്നു. ഇപ്പോൾ ആസിയാൻ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഒക്കെ ചൈനയെ നല്ല ഓപ്ഷനായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ ഈ പകരച്ചുങ്കം പിന്നീട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരു പ്രതികാര ചുങ്കത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മാറുന്നു. പ്രതികാര ചുങ്കം എന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം മത്സരിക്കുകയാണ് ചുങ്കം ഉയർത്താൻ. ആ 145% പ്രഖ്യാപിച്ചപ്പോൾ, അമേരിക്ക പ്രഖ്യാപിച്ചപ്പോൾ ചൈന അത് തിരിച്ചടിച്ച് 125%. പിന്നീട് അത് അമേരിക്ക 245%. എന്തായിരുന്നാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, വളരെ ഉയർന്ന തീരുവയിലാണ് രണ്ടുപേരും ഇപ്പോൾ വ്യാപാരം നടത്തുന്നത്. അതിനൊരു മത്സരത്തിൻ്റെ സ്വഭാവവും വന്നു. അപ്പം ഇതുകൊണ്ട് രണ്ടുപേർക്കും നഷ്ടമാണ്. കൂടുതൽ നഷ്ടം അമേരിക്കയ്ക്കാകാനാണ് സാധ്യത. കാരണം ഒന്നാം ട്രംപിൻ്റെ ഭരണകാലത്ത് തീരുവ ചൈനയുടെ അടുത്ത് ഏർപ്പെടുത്തുകയും പക്ഷെ വിജയിക്കാൻ കഴിയാതെ വരികയും ചെയ്തു. അന്ന് ട്രേഡ് ബാലൻസ് കൂടുകയാണ് ഉണ്ടായത്. എന്നാൽ ചൈന അവരുടെ അമേരിക്കയിലുള്ള കയറ്റുമതി കുറയ്ക്കുകയാണ് ഉണ്ടായത്. അത് 16% ഇപ്പോൾ 2024 13-14% അടുത്തെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇനിയും അവർ കുറയ്ക്കും. ഇതുകൊണ്ടെല്ലാം ഡോളറിൻ്റെ ആധിപത്യം അന്താരാഷ്ട്ര വ്യാപാരത്തിൽ കുറയും, ചൈനയുടെ കൂടുതൽ പങ്കുവരും. അതുകൊണ്ട് ചൈന വൻ ശക്തിയാകുമെന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല ഉടനെ തന്നെ. കാരണം USA-യുടെ GDP $30.34 ദശലക്ഷം, ചൈനയുടേത് $19.53 ദശലക്ഷം. ഇത് 2025 IMF-ൻ്റെ കണക്കാണ്. എന്ന് പറഞ്ഞാൽ വ്യത്യാസം $11 ദശലക്ഷം ഉണ്ട്. ഇത് ചിലർ പറയും ചെറുതാണെന്ന്, അത്ര ചെറുതല്ല. കാരണം ചൈനയും അമേരിക്കയും തമ്മിലുള്ള വളർച്ചാ തോതിൻ്റെ വ്യത്യാസം ഏതാണ്ട് 2% വരുമെങ്കിലും, അതിൻ്റെ പുറത്തും വരാമെങ്കിലും അത് കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയം പല കോണുകളിൽ നിന്ന് പ്രകടിപ്പിക്കുന്നുണ്ട്. അമേരിക്ക പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് വളർച്ച മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ചൈനയ്ക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല. ഈ സാഹചര്യത്തിൽ ചൈനയുടെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാമെന്നുള്ള പ്രതീക്ഷയ്ക്ക് അല്പം മങ്ങലേൽക്കും.